ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ നോക്കാം. ഇലക്ട്രിക് വാഹന വിപണിയിൽ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ബജറ്റ് SUVയുമായി ഹ്യുണ്ടായി എത്തുന്നു. മികച്ച റേഞ്ചും ആധുനിക ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യുന്ന വാഹനം ഉടൻ ഇന്ത്യൻ റോഡുകളിലെത്തും. രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിപണിയിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാൻ ഹ്യുണ്ടായി പുതിയ ബജറ്റ് ഫ്രണ്ട്ലി ഇലക്ട്രിക് SUV അവതരിപ്പിക്കാനൊരുങ്ങുന്നു. സാധാരണക്കാരായ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള സബ് 4 മീറ്റർ SUV ചെന്നൈയിലെ കമ്പനിയുടെ ഉൽപാദന കേന്ദ്രത്തിൽ നിർമ്മിക്കാനാണ് പദ്ധതി. നിലവിൽ പരീക്ഷണ ഓട്ടങ്ങൾ പുരോഗമിക്കുന്ന വാഹനത്തിന്റെ നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ പരമാവധി ഘടകങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന രീതിയിലാണ് കമ്പനി മുന്നോട്ടു പോകുന്നത്. ഹ്യുണ്ടായിയുടെ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് കാറായിരിക്കും ഈ മോഡലെന്നാണ് സൂചന. ആഗോള വിപണിയിൽ ലഭ്യമായ ഇൻസ്റ്റർ EVയുടെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാവും പുതിയ വാഹനമെത്തുക. 42 കിലോവാട്ട് ബാറ്ററി പാക്ക് ഉൾപ്പെടെ ഏകദേശം 420 കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ച് നൽകുന്ന സാങ്കേതികവിദ്യ വാഹനത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിലും ഹ്യുണ്ടായി വിട്ടുവീഴ്ച ചെയ്യില്ല. ലെവൽ 2 ADAS, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഇരട്ട സ്ക്രീൻ സെറ്റപ്പ്, അലക്സ വോയിസ് ഇന്റഗ്രേഷൻ, വയർലെസ് കണക്ടിവിറ്റി, V2L സപ്പോർട്ട് തുടങ്ങിയ നിരവധി പ്രീമിയം ഫീച്ചറുകൾ വാഹനത്തിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 15 ലക്ഷം രൂപ മുതൽ എക്സ്-ഷോറൂം വില പ്രതീക്ഷിക്കുന്ന പുതിയ ഇലക്ട്രിക് SUV വിപണിയിലെത്തിയാൽ ടാറ്റ പഞ്ച് EV അടക്കമുള്ള എൻട്രി ലെവൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കടുത്ത മത്സരം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സാംസങ്ങിന്റെ അടുത്ത തലമുറ ഫോൾഡബിൾ സ്മാർട്ട് ഫോണായ ഗാലക്സി Z Fold 8 വൈഡ് വിപണിയിലേക്ക്. കൂടുതൽ വീതിയേറിയ കവർ ഡിസ്പ്ലേയും പുതുക്കിയ ഡിസൈനുമായെത്തുന്ന ഈ പ്രീമിയം ഡിവൈസ് ജൂലൈയിലെ അൺപാക്ഡ് ഇവന്റിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സാംസങ്ങിന്റെ അടുത്ത തലമുറ ഫോൾഡബിൾ സ്മാർട്ട് ഫോണായ ഗാലക്സി Z Fold 8 വൈഡ് ജൂലൈയിൽ നടക്കുന്ന സാംസങ്ങിന്റെ അൺപാക്ഡ് ഇവന്റിൽ ഉപകരണം ആഗോളതലത്തിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണ സ്മാർട്ട് ഫോൺ ഉപയോഗ അനുഭവം നൽകുന്ന തരത്തിൽ കവർ സ്ക്രീൻ കൂടുതൽ വിശാലമാക്കിയതാണ് പ്രധാന മാറ്റം. ഇതിലൂടെ ടൈപ്പിംഗും ദൈനംദിന ഉപയോഗവും കൂടുതൽ എളുപ്പമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കനം കുറഞ്ഞ ഹിഞ്ചും പുതിയ ആസ്പെക്ട് റേഷ്യോയും ഫോണിന്റെ പ്രീമിയം ഡിസൈൻ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഇന്ത്യൻ വിപണിയിലേക്കുള്ള വരവിനും സൂചനകൾ ശക്തമാണ്. ഉപകരണം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ നേടിയതായാണ് വിവരം. ഇതോടെ ആഗോള ലോഞ്ചിന് പിന്നാലെ തന്നെ ഫോൺ ഇന്ത്യയിലും അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ക്യാമറ മൊഡ്യൂൾ ഫോണിന്റെ ബോഡിയുമായി കൂടുതൽ ഇണങ്ങുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വലിയ സ്ക്രീൻ, മൾട്ടി ടാസ്കിംഗ്, വീഡിയോ സ്ട്രീമിംഗ്, പ്രൊഡക്ടിവിറ്റി ആവശ്യങ്ങൾ എന്നിവയ്ക്ക് മികച്ച അനുഭവം നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. 256GB 512GB സ്റ്റോറേജ് വേരിയന്റുകളിലും ഉയർന്ന RAM ഓപ്ഷനുകളിലും ഫോൺ ലഭ്യമാകുമെന്ന സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.